കൊല്ലം ഷാഫിക്കാരെ സ്വാഗതം ചെയ്യുന്നു. പണ്ടത്തെ ഷാഫിക്കയും ഇപ്പോഴത്തെ ഷാഫിക്കയും നമ്മൾ നല്ല ഡിഫറൻസ് ഉണ്ടാവും അല്ലേ? ആ ഒരു ഡിഫറൻസിനെ പറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് ഷോർട്ടാക്കി പറയാൻ പറ്റുമോ? എന്ത് ചേഞ്ച് ആണ് വന്നത്, അല്ലെങ്കിൽ പണ്ടത്തെ ഞാൻ ഇങ്ങനെയല്ല, ആ ഒരു ഡിഫറൻസ് പറഞ്ഞാൽ മതി. പ്രായം കൂടി. പിന്നെ ഷാഫിക്കയുടെ സിഗ്നേച്ചർ സോങ് എന്ന് പറയുന്നത്, അതിലിപ്പോൾ ഷാഫിക്ക ഫസ്റ്റ് സജസ്റ്റ് ചെയ്തത് ഏത് സോങ് ആയിരിക്കും? കാലൊച്ച കേട്ടപ്പോൾ മെല്ലെ അടുത്തു ഞാൻ കെട്ടിപ്പിടിച്ചു നിന്നെ ഉമ്മ വച്ചു പുളകം പൂത്തുലഞ്ഞു മലരെ നിന്നെ കിനാവ് കണ്ടുറങ്ങി ഞാൻ. ആ കൊണ്ടുവരുന്ന ഇപ്പം വേടൻ്റെ പാട്ടുകളൊക്കെ നല്ല ഫീലുള്ള പാട്ടുകളുണ്ട്. ടാപ്സി പാടിയ ഒരുപാട് നല്ല പാട്ടുകളുണ്ട്, ഫീലും നല്ല വാക്കുകളും പറയുന്നതോടൊപ്പം തന്നെ മെലഡി പോയി പോവാതിരിക്കാൻ വേണ്ടി നോക്കും. ഞാനൊരു റാപ്പ് വഴി ചേരില്ല എന്ന് 100% ഉറപ്പുണ്ട്. ക്ലാസിക്കൽ പാടാൻ കഴിവില്ല എന്ന് 100% ഉറപ്പുണ്ട്. ആ തിരിച്ചറിവാണ് നമുക്ക് മലയാളി അഭിമാനിക്കാം. ഹനുമാൻ കൈൻഡൊക്കെ അദ്ദേഹമൊക്കെ എടുക്കുന്ന എഫേർട്ട് നമ്മളെ മലയാള മണ്ണിൽ നിന്ന് അങ്ങനെ കുറച്ച് പേര് വേൾഡിലേക്ക് ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ളത്. അതിന് എന്നെ കൊണ്ടൊന്നും പറ്റിയിട്ടില്ല. നമ്മൾ ഇൻഡിവിജ്വൽ ആൽബം ഉണ്ടാക്കി ഏറി വന്നാൽ നമ്മളെ കേരളത്തിലുള്ള കുറേ പേര് കേട്ടു എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്കുള്ള സംസ്ഥാനക്കാരും അതിനപ്പുറത്തേക്കുള്ള രാജ്യക്കാരൊക്കെ കേട്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ ആപ്സിനെയും വേടനെയുമാണ്. ആർട്ടിസ്റ്റ് എന്നുള്ളവർക്ക് സിംഗിങ്ങിൽ ഞാൻ ബിലോ എവറേജാണ്, താഴെയാണ്. എന്നെക്കാൾ മികച്ച ഒരുപാട് പാട്ടുകാരുടെ ഒപ്പം ഗാനമേളകൾ നടത്തുന്നതുകൊണ്ടാണ് ഗാനമേളകൾ വിജയിച്ചു പോകുന്നത്. ആ ബോധം എനിക്കുണ്ട്. ഞാനിരിക്കുന്ന ഒരു സ്ഥലത്തെങ്കിലും, അത് ആവറേജ് സിംഗിങ്ങിൻ്റെ സ്ഥലത്തെങ്കിലും ഇരിക്കണമെങ്കിൽ ശ്രുതി ബോധം താളബോധം വേണം. ഭർത്താവ് എന്ന നിലയിൽ ഞാൻ വൻ പരാജയമാണ്. പക്ഷെ അതൊരു പാവമായതുകൊണ്ട് ഇൻ്റർവ്യൂസിൽ ജനങ്ങളുടെ മുന്നിലൊക്കെ വന്ന് നിന്നിട്ട് ഷാഫിക്ക് നല്ലതാണ്, ഷാഫിക്ക് അങ്ങനെയാണ്. ഞാൻ പറയുന്നത് എനിക്ക് ഭർത്താവ് എന്ന നിലയിൽ ഞാൻ ഒരുപാട് പരാജിതമാണ്. അവരാഗ്രഹിച്ച പോലത്തെ ഒരു ഭർത്താവൊന്നും ഞാനായിട്ടില്ല. ഞാനൊരാൾ ആർട്ടിസ്റ്റായിരുന്നിട്ട് ആ കുട്ടി അനുഭവിച്ചത് അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. ഷാഫിക്കാനെ കെട്ടിയോണ്ട് ഞാൻ അനുഭവിച്ചത് എൻ്റെ മക്കൾക്ക് ആ കണ്ണീര് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാതെ മറ്റുള്ള ആർട്ടിസ്റ്റുകളുടെ കുടുംബജീവിതമൊന്നും എന്നെപ്പോലെ പിന്നെ ഈ മെനയില്ലാത്ത ഭർത്താക്കന്മാരായിട്ടല്ല. എൻ്റെ ചുറ്റുമുള്ള നല്ല നല്ല കുടുംബജീവിതം നയിക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റ് ഫാമിലി എനിക്കറിയാം. വ്യക്തിപരമായിട്ട് എന്നോട് വെറുപ്പുണ്ടെന്നല്ല ഞാൻ പറയുന്നത്, എൻ്റെ അടുത്ത് നിന്ന് അനുഭവിച്ചത് കണ്ടിട്ട് പേടിയുണ്ടെന്നുള്ള അതും ആ പേടി വരണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നല്ല ഭർത്താവല്ല. ആൽബം സോങ്സ് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു ഗായകനുണ്ട്. മാത്രമല്ല ഈ ഒരു ഗായകന്റെ പാട്ട് നമുക്ക് ഈ ഒരു 2025 ആണെങ്കിൽ പോലും അത്രയും ഇമ്പാക്റ്റ് തരുന്നുണ്ട് ജനങ്ങളുടെ മനസ്സിൽ. അത്ര ഒരു ഗസ്റ്റാണ് നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. ദ സൗണ്ട്സിലേക്ക് നമ്മുടെ കൊല്ലം ഷാഫിക്കാരെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പാട്ടിൻ്റെ ഒക്കെ ഒരു മാറ്റി വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഫാമിലിക്കും ഷാഫിക്കൊക്കെ സുഖമാണോ? സുഖമായിരിക്കുന്നു. പിന്നെ മഴയും ഒക്കെ ആയിട്ട് എങ്ങനെയുണ്ട്? മഴയത്ത് പൊതുവെ പ്രോഗ്രാംസ് പബ്ലിക് പ്രോഗ്രാം കുറവായിരിക്കും. പിന്നെ വല്ല കല്യാണ പരിപാടി ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളൂ. അതുകൊണ്ട് കൂടുതൽ സമയം നമുക്ക് എന്താ പറയുക, കുടുംബത്തോടൊപ്പം ഇരിക്കാനുള്ള സമയം കിട്ടും. പിന്നെ ആ സമയത്താണ് കൂടുതലും ഈ പെൻഡിങ് ഉള്ള റെക്കോർഡിങ്സ് അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ പുതിയ ക്രിയേഷൻസൊക്കെ. ഓക്കെ. ആൻഡ് എനിക്ക് ചോദിക്കാനുള്ളത്, നമുക്ക് പണ്ടത്തെ ഷാഫിക്കയും ഇപ്പോഴത്തെ ഷാഫിക്കയും നമ്മൾ നല്ല ഡിഫറൻസ് ഉണ്ടാവും അല്ലേ? ആ ഒരു ഡിഫറൻസിനെ പറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് ഷോർട്ടാക്കി പറയാൻ പറ്റുമോ? എന്ത് ചേഞ്ച് ആണ് വന്നത്, അല്ലെങ്കിൽ പണ്ടത്തെ ഞാൻ ഇങ്ങനെയല്ല, ആ ഒരു ഡിഫറൻസ് പറഞ്ഞാൽ മതി. പ്രായം കൂടി, പിന്നെ എന്താ പറയുക, കുറേ തിരിച്ചറിവുകളുണ്ടാവും ഓരോ പ്രായത്തിലും. അപ്പം നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയ്ക്കനുസരിച്ചിട്ടാണ് നമുക്ക് അറിവ് വേണ്ടത്. അപ്പോൾ എൻ്റെ മേഖലയെക്കുറിച്ച് ഞാൻ കുറച്ചും കൂടെ പിന്നെ ബോധവാനാവും. നമുക്ക് പിന്നാലെ വരുന്ന ആളുകളെക്കുറിച്ച് പിന്നെ ഒന്ന് ദീർഘവീക്ഷണത്തോടു കൂടി നോക്കും. ആ ഒരു ലൈഫ് മിസ് ചെയ്യുന്നുണ്ടോ? ആ ഒരു പഴയ കാലം? ഒരിക്കലും ഇല്ല. കാരണം ഞാൻ എൻ്റെ കാലത്തെ പരമാവധി എൻജോയ് ചെയ്തൊരു മനുഷ്യനാണ്. പിന്നെ നമുക്കങ്ങനെ ഇന്ന സമയം മാത്രം നമ്മളതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളുമല്ല ഞാൻ. നമ്മൾ അവസരം കിട്ടിയിരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് വാല്യുബിളായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പിൽക്കാലത്ത് നമുക്കത് യൂസ്ഫുള്ളാണ്. എന്താ പറയുക, പണ്ടാരോ പറഞ്ഞ പോലെ നമ്മൾ വിതയ്ക്കുന്ന വിത്തുകൾ നല്ലതായി കഴിഞ്ഞാൽ ഭാവിയിൽ അതിൻ്റെ തണലിൽ നമുക്ക് പോയി നിൽക്കാൻ പറ്റും.
അങ്ങനെ ഒരു അനുഭൂതിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ആൽബം മീഡിയയിൽ തുടക്കം മുതൽ ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകളെ കൂടെ നിൽക്കാൻ പറ്റിയെന്നുള്ളതാണ് ഞാൻ ചെയ്ത ഭാഗ്യം. അല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് എന്തോ ഉണ്ടാക്കിയതല്ല. ഒരു കാര്യവും ഒറ്റയ്ക്കൊരാളാൽ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. പാട്ടിൻ്റെ കാര്യമൊക്കെ പ്രത്യേകിച്ചും. നല്ല ടഫ് ആയിരുന്നു ഈ ജേർണി, അതോ നല്ല സ്മൂത്ത് ആയിട്ടായിരുന്നോ, നല്ല ഹാർഡ് വർക്ക്? അത് നമ്മൾ കൈകാര്യം ചെയ്യുന്നതിനനുസരിച്ചും നമ്മുടെ തിരിച്ചറിവ് അനുസരിച്ചും നമ്മുടെ ലക്ഷ്യങ്ങൾ അനുസരിച്ചിരിക്കും. നമ്മുടെ നിയത്ത് നന്നായാൽ, ലക്ഷ്യം നന്നായാൽ ഉറപ്പായിട്ടും മാർഗം വളരെ സ്മൂത്തായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടുമുണ്ട്. കഠിനമായ കുറേ സംഭവങ്ങളിലൂടെ കടന്നു വന്നിട്ടുണ്ട്. ഈസി ആയിട്ട് പോയ സന്ദർഭങ്ങളുണ്ട്. പിന്നീട് കുറേ കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഓരോ തിരിച്ചറിവിൽ നിന്നും ഓരോ അനുഭവങ്ങളിൽ നിന്നും നല്ല നല്ല അറിവ് കിട്ടും. നമുക്ക് ചുറ്റുമുള്ളവർ നമ്മളെക്കാളും മികച്ച ആളുകളാണെന്ന് മനസ്സിലാക്കുകയും അവരെ റെസ്പെക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന കുറേ എക്സ്പീരിയൻസ് നമ്മളെ നല്ലൊരു അധ്വാനിക്കുന്ന ഒരു ആർട്ടിസ്റ്റായി മാറ്റും. എൻ്റെ മേഖലയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഞാൻ പലരുടെയും ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ കേട്ടും കണ്ടും പഠിച്ചും പിന്നെ വരുന്ന ഞാൻ കൊടുക്കാൻ എൻ്റെ അടുത്തൊന്നുമില്ല, നമ്മളെല്ലായിടത്തും വാങ്ങുക. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നീട് വന്നിട്ടുള്ള കഠിനാനുഭവങ്ങളൊക്കെ ഈസി ആയിട്ട് കടന്നു പോകാൻ കഴിഞ്ഞത് ആദ്യത്തെ അത്ര കഠിനമാണെന്ന് തോന്നാതിരുന്നത് എക്സ്പീരിയൻസ് നമ്മളെ കുറച്ചും കൂടെ വാർത്തെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് CD-യിലും MP3-യിലും ചാനൽസിലും ഒക്കെ നമ്മൾ അങ്ങനെ നമ്മളെ ലോക്കൽ ചാനലിൻ്റെ അകത്തൊക്കെ നിൽക്കാൻ കഴിഞ്ഞത് പിന്നീട് ഈ സോഷ്യൽ മീഡിയ കാലഘട്ടം വന്നപ്പോൾ ഒരു 4-5 കൊല്ലം മുമ്പ് യൂട്യൂബ് അത് ഇതൊക്കെ വന്നതിന് ശേഷം കുറച്ചും കൂടെ ഇൻസ്റ്റ അത് ഇതൊക്കെ വന്നപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു നമ്മളെ പാട്ടുകളൊക്കെ ഈ സമയത്ത് ഇറങ്ങിയിരുന്നെങ്കിൽ നന്നായിരുന്നില്ല. പക്ഷേ ഓഡിയൻസ് നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് പുതിയ കാലവും അതിനെ ഇപ്പോഴും കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒരു പണി കൊടുത്തില്ല, അവരായിട്ട് അത് അങ്ങനെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതൊരു മഹാഭാഗ്യമായിട്ട് കരുതുന്നു. അതും കൂടെ ആസ്വദിക്കാൻ ഇവിടെ നിങ്ങളെ മുന്നിൽ വന്നിരിക്കും. ജനറേഷൻ വൈസ് നോക്കുവാണെങ്കിലും ആ ഒരു പാട്ടും പാട്ടിന്റെ ലൈൻസ് ആണെങ്കിലും അത്രയും വാല്യൂ ഉണ്ട് എല്ലാവരുടെ മനസ്സിലും. അതൊന്നും നമുക്ക് മായ്ക്കാൻ പറ്റുന്നില്ല നമ്മുടെ മനസ്സിൽ നിന്ന്. അത് ജീവിതം കൊണ്ട് നമ്മൾ വരച്ചിടുന്ന കാര്യങ്ങൾ, വരികൾ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെയും കൂടെ എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ. അവരെയും കൂടെ ഈസി ആയിട്ട് കോണ്ടാക്ട് ചെയ്യും അവരുടെ മനസ്സും കൂടെ. അപ്പോൾ ജീവിതഗന്ധികളായിട്ട് നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും സിനിമകളായാലും ശരി പാട്ടുകളായാലും ശരി അത് മൈൽ സ്റ്റോൺസ് ആയിട്ട് നാഴികക്കല്ലുകളായിട്ട് ഇങ്ങനെ കാലങ്ങൾക്കപ്പുറത്തേക്ക്, കാരണം മനുഷ്യരുള്ളിടത്തോളം കാലം ഈ പറഞ്ഞ അനുഭവങ്ങളെല്ലാം ഉണ്ടാവും. അതിൻ്റെ തോതിലും പിന്നെ എന്താ പറയണ്ടേ അതിൻ്റെ ചിത്രങ്ങളിലും വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ. കാലം കൊടുക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാവുന്നല്ലാതെ ഫീലിംഗ് ഒന്നായിരിക്കും. അതിപ്പോൾ പ്രണയമായാലും വിരഹമായാലും പ്രവാസമായാലും ഭക്തിയായാലും ഒക്കെ അതിന് ഫീലിംഗ് ഒന്നാണ്. അപ്പോൾ അത് നമ്മൾ ഒരു കാലത്ത് എങ്ങനെയാണോ മനസ്സറിഞ്ഞ് നമ്മുടെ അനുഭവം കൊണ്ട് എഴുതി വെച്ചിരിക്കുന്നത് അതാണ് പുതിയ കാലത്തുള്ളവരെ അവർക്ക് എഫക്റ്റീവ് ആകാൻ കാരണം അതാണ്. പിന്നെ ഷാഫിക്കയുടെ സിഗ്നേച്ചർ സോങ് എന്ന് പറയുന്നത്, അതിലിപ്പോൾ ഷാഫിക്ക ഫസ്റ്റ് സജസ്റ്റ് ചെയ്ത് ഏത് സോങ് ആയിരിക്കും ഷാഫിക്കയുടെ സിഗ്നേച്ചർ സോങ്? സുന്ദരി നീ ഒന്ന് ഗസലായി, അതായത് വൈഫിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ഫസ്റ്റ് സോങ്. ഹരി ക്ലാബ്സിന്റെ ബാനറിൽ ഇറങ്ങി 2005 അത് ഇറങ്ങുന്നത്. 2004 ഞങ്ങൾ കിനാവ് അവാർഡ് കിട്ടിയിട്ടുണ്ടല്ലോ. അതിന് അവാർഡൊന്നുമില്ല, ആരോ മൊമെന്റോ തന്നുണ്ടാവും. അവാർഡ് കിട്ടാനുള്ള അത് എനിക്ക് മുട്ട സൂചി തന്നാലും ഇപ്പൊ ഇതൊരു അവാർഡല്ലേ. ഗാലറി വിഷൻ എന്നെ വിളിച്ചിട്ട് ഇത് സൗണ്ടിൽ എനിക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു അവാർഡായിട്ട് ഞാൻ കാണുന്നു ഓരോ മൊമെന്റ്സ്. മറ്റേത് ഈ പറഞ്ഞ മാതിരി പ്രഗത്ഭമായ എന്തോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തതിൻ്റെ പേരിൽ എനിക്ക് കിട്ടിയ സംഭവങ്ങളൊന്നുമല്ല. നമ്മൾ ഒരു വർക്കിന് വേണ്ടി ഇറങ്ങി, അപ്പോൾ ആർക്കോ നമ്മളോട് സ്നേഹം തോന്നിയിട്ടൊരു മൊമെൻ്റ് വരുന്നു, അതിനെ വിലയോടുകൂടി തന്നെ കാണുന്നത്. അല്ലാതെ ഈ പറഞ്ഞ പോലെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുള്ള മികച്ച പിന്നെ പുരസ്കാരങ്ങളൊന്നും അല്ല. അപ്പോൾ സുന്ദരി നീ ഒന്ന് ഗസലായി എൻ്റെ മാത്രമല്ല എന്നെ കേട്ടിട്ട് തുടങ്ങിയിട്ടുള്ള ആളുകൾ കിനാവിലെ പാട്ടൊക്കെ അപൂർവ ആൾക്കാരെ കേട്ടിട്ടുണ്ടാവും. ഈ ഒരു പാട്ടിലാണ് സത്യത്തിൽ എന്നെ ആളുകൾ എൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞത്. എൻ്റെ ഫേസ് വരുന്നത് ജലാൽ മേഘന ആദ്യമായിട്ട് താജുക്ക പാടിയിട്ടുള്ള ഒരു പാട്ടിന് എന്നെ നായകനാക്കി അവതരിപ്പിച്ച പാട്ടിലൂടെയാണ്. പക്ഷേ ആളുകൾ കൂടുതലും നമ്മളെ വാച്ച് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത് വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഞങ്ങൾ 2006 ഞാനും ജലാലും ചേർന്ന് ചെയ്തിട്ടുള്ള ദിൽ ഹേ ഫാത്തിമ. അതിപ്പോഴും ട്രെൻഡിങ്, അതിപ്പോഴും നമ്മുടെ പിള്ളേരുടെ ആണെങ്കിലും എല്ലാം ഇപ്പോൾ ട്രെൻഡിങ് ആണ്. ഇൻസ്റ്റ ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ആ ഒരു 2 ലൈൻ, എൻ്റെ പേര് ഫാത്തിമ എന്നാണ്. അപ്പോൾ നമ്മുടെ എല്ലാ ഫാത്തിമമാർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ഇക്ക ആ ലൈൻ ഒന്ന് പാടാമോ? ദിൽ ഹേ ഫാത്തിമ സോങ്സ് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന്.
ഫാത്തിമൻ്റെ പാട്ട് നമുക്ക് എന്തായാലും താജുക്ക ഇതേ സീറ്റിൽ വന്നിരിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് പാടിപ്പിക്കുക. ഞാൻ അതിൽ വേറൊരു വേർഷൻ പാടാം. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാധനം. കാതോരം നീയപ്പോൾ ചൊല്ലിയ കാര്യം കനിയേ കനിയേ അത് കനവല്ലായിരുന്നെങ്കിൽ തേരി ആँखों से देखा मैंने प्यारे प्यारे मोहब्बत की सपने കാലൊച്ച കേട്ടപ്പോൾ മെല്ലെ അടുത്തു ഞാൻ കെട്ടിപ്പിടിച്ചു നിന്നെ ഉമ്മ വച്ചു പുളകം പൂത്തുലഞ്ഞു നിലവേ ഉന്നെ நினைத்து நான் ரசிக்கிறேன் இதயம் இரவில் உன்னைத்தான் தேடுகிறேன் அழகே நின் അനുരാഗം അലിവാർന്നിറങ്ങി ആ മധുര തേനുണ്ണാൻ മോഹങ്ങളേറി മലരെ നിന്നെ കിനാവു കണ്ടുറങ്ങി ഞാൻ മനതാരിൽ ആ നേരം സ്വന്തമെന്ന് തോന്നി നീ സ്വന്തമെന്ന് തോന്നി. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ആശിർ വടകര ആണ് അതിൻ്റെ മലയാളം ലിറിക്സ്. ഹിന്ദിയും തമിഴും ഞാൻ പിന്നീട് അങ്ങനെ ചേഞ്ച് ചെയ്തിട്ടുള്ള. ഓക്കെ. അപ്പം ഇന്നത്തെ കാലഘട്ടത്തിലുള്ള പാട്ടും പഴയ പാട്ടുള്ള പാട്ടും നമ്മൾ നല്ല എൻ്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഷാഫിക്കൊക്കെ പേഴ്സണലി ഏത് ടൈപ്പ് ഓഫ് സോങ്സ്, ഇപ്പോഴത്തെ സോങ്സ് ആണെങ്കിലും ഈ റാമ്പ് അല്ലെങ്കിൽ ബീറ്റ് സോങ്സ് ഒക്കെ ആയിരിക്കുമല്ലോ മെയിൻലി ഈ ടീനേജേഴ്സിനൊക്കെ പ്രിഫർ ചെയ്യുന്നത്, അവർ കൂടുതലും എൻജോയ് ചെയ്ത് ഇരിക്കുന്നത്. അപ്പോൾ ഷാഫിക്കയുടെ പേഴ്സണൽ ഒപ്പീനിയൻ ഏത് ടൈപ്പ് മ്യൂസിക് ആയിരിക്കും പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത്? ഏത് ടൈപ്പ് ഓഫ് സോങ്സ് ആയിരിക്കും? എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എപ്പോഴും ഗസൽസ് ആണ്. ഗസൽസിന് നമ്മളെ ആത്മാവ് തൊട്ടറിഞ്ഞ ലിറിക്സ് ഉള്ള കവികളാണ് അത് എഴുതുന്നത്. അത് ഉറുദുവിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് ഷായരികളെല്ലാം. പിന്നെ ഹിന്ദി മലയാളത്തിലേക്ക് മുമ്പായിക്ക് വളരെ മനോഹരമായിട്ട് കൊണ്ടുവന്നു. അതിനെ തുടർന്ന് ഷഹബാസ്ക വന്നു, പിന്നീട് ഇപ്പം രാജാബീഗം, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഗസൽസിനോടാണ് ഞാൻ അതിൻ്റെ മെലോഡിയസ് ആയിട്ടുള്ള മ്യൂസിക് അത് തുടക്കം കുറിച്ച് വെച്ചത് ബാബുരാജ് എന്ന് തോന്നുന്നു. ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ കുറേ നല്ല ഈണങ്ങളിലൂടെ ഭാസ്കരൻ മാസ്റ്ററുടെയൊക്കെ വരികളെ കൊണ്ടുവന്ന് ഞാൻ ആ ടൈപ്പ് ഓഫ് സോങ്സിൻ്റെ ആസ്വാദകനാണ് പേഴ്സണലി ഞാൻ. അതുകൊണ്ട് പുതിയ കാലത്തിൻ്റെ പാട്ട് ഇഷ്ടമല്ല എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. കാരണം റഹ്മാൻ സാർ എൻ്റെ ഒരു റോൾ മോഡലാണ്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ ദിലീഹ ഫാത്തിമയൊക്കെ നമ്മൾ ഒന്ന് ക്രിയേറ്റ് ചെയ്യുക, അങ്ങനത്തെ ഒരു പിന്നെ വെറൈറ്റി മ്യൂസിക് കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും, അന്ന് മലയാളത്തിൽ ആദ്യമായിട്ടാണ്. അങ്ങനെ ഒരു പരീക്ഷണം നടത്തുന്നതിലേക്കൊക്കെ ഞാൻ പേഴ്സണലി പിന്നെ ഫോളോ ചെയ്തിട്ടുള്ളത് റഹ്മാൻ സാറിൻ്റെ കോമ്പോസിഷൻ, അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമിങ് എസ്പെഷ്യലി. അപ്പോഴും അവിടെ മെലഡി നന്നായിട്ട് അവിടെ ഉണ്ടാവും. ബീറ്റ് സൈഡൊക്കെ, അതായത് റിതം സൈഡ് കംപ്ലീറ്റ് പിന്നെ പ്രോഗ്രാമിങ്ങിനകത്ത് വെസ്റ്റേൺ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ചാലും നമ്മുടെ ഇന്ത്യൻ ഇൻസ്ട്രുമെൻസിനെ എല്ലാം തന്നെ എസ്പെഷ്യലി വീണയൊക്കെ അദ്ദേഹം കുറേ പാട്ടിൽ കൊണ്ടുവന്ന്. ഏത് നമ്മളൊക്കെ കാതലിക്കും പെൺ കൈതൽ തൊട്ട് നീട്ടിനാൽ ചിന്ന തകരം കൂടെ തങ്കം താനെ, അതിനകത്ത് നമ്മളെ തകില്, അതുപോലെ വീണ, അങ്ങനെ നമ്മളെ ട്രഡീഷണൽ ഇൻസ്ട്രുമെന്റ്സ് കൊണ്ടുവന്ന്. എനിക്ക് പറയാനുള്ളത് ഇപ്പോഴത്തെ പുതിയ പാട്ടിൽ എത്ര തന്നെ ഫീലൊക്കെ ഉണ്ട്, ഇല്ലെന്നാരും പറഞ്ഞു. ആ കൊണ്ടുവരുന്ന ഇപ്പം വേടൻ്റെ പാട്ടുകളൊക്കെ നല്ല ഫീലുള്ള പാട്ടുകളാണ്. ഡാപ്സി പാടിയ ഒരുപാട് നല്ല പാട്ടുകളുണ്ട്, ഫീലും നല്ല വാക്കുകളും പറയുന്നതോടൊപ്പം തന്നെ മെലഡി പോവാതിരിക്കാൻ വേണ്ടി നോക്കണം. റാപ്പ് എന്ന് പറയുന്ന ശാഖയ്ക്ക് അങ്ങനെ ഒരു മെലഡി സെക്ഷൻ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉള്ള മെലഡി പിന്നെ പവർഫുള്ളായിട്ട് വാക്കുകളെ ജനങ്ങളുടെ മനസ്സിലേക്ക് വിപ്ലവാത്മകമായിട്ട് ഇട്ടുകൊടുക്കുക എന്നുള്ളതാണ് റാപ്പിൻ്റെ ഒരു രീതി. പക്ഷെ നമ്മളെ രാജ്യത്തേക്ക് അല്ലെ നമ്മുടെ നാട്ടിലേക്ക് അത് വരുമ്പോൾ നമ്മുടെ ഓഡിയൻസിനെയും കൂടി കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ അതിനെ ഇതും കൂടെ ക്ലബ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ നന്നാവും. അത് ചെയ്യുന്നുണ്ട് അവർ. ഈ എന്താ പറയുക, ഇതിനിടയിലുള്ള BGMs ഒക്കെ കേൾക്കുമ്പോൾ ഹുക്ക് പോലെ ചില സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൽ പക്ക നമ്മളെ മലബാറിൻ്റെ മെലഡിയോ അല്ലെങ്കിൽ നമ്മളെ കേരളത്തിൻ്റെ തനിമയുള്ള മെലഡിയൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് ആസ്വദിക്കുന്നതുകൊണ്ട് ആ പാട്ട്
ശരിയല്ല എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. ഞാൻ എല്ലാ ടൈപ്പ് ഓഫ് മ്യൂസിക്കിനെയും റെസ്പെക്റ്റോട് കൂടി കാണുന്നു. കാരണം നമ്മൾ എല്ലാത്തിനും അതിൻ്റെതായ വാല്യൂ ഉണ്ട്. അതെ, ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമാണ് സത്യം പറഞ്ഞാൽ കർണാട്ടിക് മ്യൂസിക് അല്ല ഹിന്ദുസ്ഥാനി മ്യൂസിക് എന്നൊക്കെ പറയുന്നതിനെ നമ്മൾ ആരാധനയോടുകൂടി ക്ലാസിക്കൽ ലെവലിൽ കാണുന്നത്. വേൾഡ് വൈഡ് ആളുകൾ ആസ്വദിക്കുന്ന ഒരു കണക്കെടുക്കുകയാണെങ്കിൽ മൈക്കിൾ ജാക്സൺ ഒന്നും ഒരിക്കലും നമ്മൾ ഈ പറഞ്ഞ സംഗീത ശാഖയിലൂടെ വന്നിട്ടുള്ള ആളുകളല്ല. അപ്പം വേൾഡിൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു സാധനത്തെയാണ് ഇപ്പോൾ നമുക്ക് മലയാളി അഭിമാനിക്കാം. ഹനുമാൻ കൈൻഡൊക്കെ അദ്ദേഹമൊക്കെ എടുക്കുന്ന എഫേർട്ട് നമ്മളെ മലയാള മണ്ണിൽ നിന്ന് അങ്ങനെ കുറച്ച് പേര് വേൾഡിലേക്ക് ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ളത്. അതിന് എന്നെ കൊണ്ടൊന്നും പറ്റിയിട്ടില്ല. നമ്മൾ ഇൻഡിവിജ്വൽ ആൽബം ഉണ്ടാക്കി ഏറി വന്നാൽ നമ്മളെ കേരളത്തിലുള്ള കുറേ പേര് കേട്ടു എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്കുള്ള സംസ്ഥാനക്കാരും അതിനപ്പുറത്തേക്കുള്ള രാജ്യക്കാരൊക്കെ കേട്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ ആപ്സിനെയും വേടനെയൊക്കെയാണ്. അതുകൊണ്ട് അവരെ ഞാൻ പുതിയ ജനറേഷനിലുള്ള കുട്ടികളെ റെസ്പെക്ട് ചെയ്യുന്നു. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്തായാലും ഇത് തന്നെയാണ്. അപ്പം നമുക്ക് ഈ ഒരു 22 years ആയെന്ന് തോന്നുന്നു നമ്മുടെ ഈ മ്യൂസിക് ആൽബം ജേർണി അല്ലേ? ആ ഒരു ജേർണിയിൽ നമ്മുടെ ഫാമിലി ആയിട്ട് നോക്കുവാണെങ്കിൽ ഒരു പെർഫെക്റ്റ് ഹസ്ബൻഡ് ആണോ, അല്ലെങ്കിൽ മക്കൾക്ക് ഒരു പെർഫെക്റ്റ് ഫാദർ ആയിട്ട് എന്താണ് തോന്നുന്നത്? അതോ പെർഫെക്റ്റ് ആർട്ടിസ്റ്റ് ആണോ? എന്തായിരിക്കും? ഞാൻ ഒരുപാട് പരിമിതികളുള്ള ഒരാളാണ്. പരിമിതികൾ സിംഗിങ്ങിൽ, പിന്നെ മ്യൂസിക്കിനെ കുറിച്ച് ബേസിക്സ് പഠിക്കാത്തതിന്റെ ഒരു പ്രശ്നങ്ങൾ എനിക്കുണ്ട്. നല്ല കേൾവിക്കാരനാണെന്ന് കേട്ടിട്ടുണ്ട്. അതേ ഉള്ളൂ, തീർച്ചയായിട്ടും. അപ്പോൾ അറിവില്ലാത്തതെല്ലാം മറ്റുള്ളവരോട് ചോദിക്കും, എല്ലാ വിഷയങ്ങളും. പ്രത്യേകിച്ച് ഞാൻ ഈ മേഖല തിരഞ്ഞെടുത്തോടുകൂടി ഇതിൽ സീരിയസ് ആയിട്ട് കുറേ ഓഡിയൻസ് എന്നെ കാത്തിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്നെ അവർ സ്വീകരിച്ച സ്ഥിതിക്ക് എനിക്കതൊരു വലിയ ഭാരിച്ച ഉത്തരവാദിത്തം മനസ്സിലാക്കി നമ്മളൊരു നാടിൻ്റെ കലാപ്രതിനിധിയായിട്ട് സഞ്ചരിക്കുമ്പോൾ അവിടെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ പഠിക്കേണ്ടതായ കുറേ കാര്യങ്ങളുണ്ട് മനസ്സിലാക്കി അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി ചെയ്തുകൊണ്ടിരിക്കുന്നു. ആർട്ടിസ്റ്റ് എന്നുള്ള സിംഗിങ്ങിൽ ഞാൻ ബിലോ എവറേജ് ആണ്, താഴെയാണ്. എന്നെക്കാൾ മികച്ച ഒരുപാട് പാട്ടുകാരുടെ ഒപ്പം ഗാനമേളകൾ നടത്തുന്നതുകൊണ്ടാണ് ഗാനമേളകൾ വിജയിച്ചു പോകുന്നത്. ആ ബോധം എനിക്കുണ്ട്. പിന്നെ എന്നെക്കൊണ്ട് പാടിയാൽ എത്താത്ത പാട്ടുകൾ ഞാൻ കമ്പോസിങ്ങിലും മിടുക്കനായതുകൊണ്ട് അതെനിക്ക് പേഴ്സണലി അഭിമാനത്തോടു കൂടി എനിക്ക് കമ്പോസ് ചെയ്യാൻ അറിയാം എന്ന് ഞാൻ പറയും. എനിക്ക് ചോദിച്ചറിഞ്ഞ രാഗങ്ങളെക്കുറിച്ച് വിരലെണ്ണാവുന്ന ആ രാഗങ്ങളെക്കുറിച്ച് എനിക്ക് പരിചയമുള്ളൂ. 10-20 രാഗങ്ങളുടെ അവരോഹണങ്ങളെക്കുറിച്ചും അതിൻ്റെ ഫീലിങ്സ് നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ചേ അറിവുള്ളൂ. അതിനകത്ത് നിന്നുകൊണ്ട് കമ്പോസ് ചെയ്യാൻ എനിക്ക് അസലായിട്ട് അറിയാം. അപ്പോൾ അത് കമ്പോസ് ചെയ്തിട്ട് എന്നെക്കാൾ മികച്ച ഗായകരെ കൊണ്ട് ഞാൻ പാടിക്കാനുള്ള കാരണം പിന്നെ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടോ സ്നേഹം കൊണ്ടല്ല, അവരുടെ ടാലൻ്റ് കൊണ്ടാണ്, കഴിവുകൊണ്ടാണ്. അതുകൊണ്ടാണ് കണ്ണൂർ ഷെരീഫ്ക്കയും ജിയാവുല്ലക്കും ആസിഫ് കാപ്പാട് പോലത്തെ ടാലൻറ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ എൻ്റെ പാട്ടുകൾ പാടി അത് വിജയിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അവർക്ക് അത്രമേൽ ടാലൻ്റ് ആയതാണ്. അപ്പം ആർട്ടിസ്റ്റ് എന്നുള്ള ലെവലിൽ ഞാൻ സിംഗിങ്ങിൽ കുറച്ച് താഴെയുള്ള ആളാണ്. ലിറിക്സ് എഴുതുന്നതിൽ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട്, പിന്നെ കമ്പോസിങ്ങിൽ ഈ പറഞ്ഞ പോലെ ശ്രദ്ധിക്കുന്നുണ്ട്. അഭിനയിക്കാൻ എനിക്ക് നല്ല ആഗ്രഹമാണ്, ഇനി ഡെവലപ്പ് ആവാനുണ്ട്, പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നു. നിലവിൽ പല ചാനലിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. കോഴിക്കോടങ്ങാടി എന്ന് പറഞ്ഞൊരു കോമിക്, എന്നാൽ ഒരു മെസ്സേജുള്ള അല്ലല്ല, ഒരു എന്താ പറയുന്നത്, ഒരു സീരീസ് പോലെ കൈരളി ചാനലിനകത്ത്, അല്ല വെബല്ല ചാനലിനകത്ത് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നല്ല ആർട്ടിസ്റ്റാണോന്ന് ചോദിച്ചാൽ ഞാൻ അതിന് ഉത്തരം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം എന്നെ അനുഭവിക്കുന്നവർക്ക് പറയാൻ പറ്റും. എൻ്റെ സഹപ്രവർത്തകരോട് ഈ ചോദ്യം ചോദിച്ചാൽ ഉത്തരം കിട്ടുമായിരിക്കും. എൻ്റെ ന്യൂനതകളാണ് ഞാൻ ഇപ്പം പറഞ്ഞിട്ടുള്ളത്. അപ്പം പെർഫെക്റ്റ് അല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് ന്യൂനതകളുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്. ഞാൻ ഒരു നല്ല ഫാദറാണെന്ന് ചോദിച്ചാൽ മക്കൾക്കൊപ്പം നിൽക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് അവരുടെ പ്രായവും പക്വതയും തിരിച്ചറിവിനും അനുസരിച്ച് അവരോടൊപ്പം ഏതൊക്കെ നിലയിൽ നിന്നാൽ ഒരു നല്ല അച്ഛൻ്റെ ഓർമ്മയിൽ എനിക്ക് ശേഷം അവരെന്നെ ഓർക്കും, അല്ലെങ്കിൽ അവരുടെ മക്കളോട്, തലമുറകളോട് എന്നെക്കുറിച്ച് എന്തെങ്കിലും 2 നല്ല വാക്ക് പറയണമെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് എങ്ങനെ നിൽക്കണം എന്നുള്ളത് മനസ്സിലാക്കി പെരുമാറുന്ന ഒരാളാണ് ഞാൻ. അവർക്ക് എൻ്റെ വീടിനകത്ത് അങ്ങനെ ഭയങ്കരമായ സ്ട്രിക്റ്റ് ഒന്നുമില്ല. സമൂഹത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷമുള്ള എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് പോകാം, പക്ഷേ സ്വന്തത്തെയും സമൂഹത്തെയും നശിപ്പിക്കുന്നതാവരുത്. നിങ്ങളുടെ സന്തോഷം കൊണ്ട് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്, വേദനയെക്കാളും ശല്യം ഉണ്ടാവരുത്. അത് ഈവൻ പ്രാർത്ഥനയായാൽ പോലും മറ്റൊരാൾക്ക്. ഇപ്പം ഞാൻ ഒരു ഇസ്ലാം മതവിശ്വാസിയാണ്. പിന്നെ എൻ്റെ വിശ്വാസം അനുസരിച്ച് നമ്മൾ നിസ്കരിക്കുന്നിടത്ത് ഖുർആൻ പാരായണം വളരെ പിന്നെ ഭയഭക്തിയോടുകൂടി ഒരാൾ ചെയ്യുന്ന മഹത്തായ ഒരു കാര്യമാണ്. അതുപോലും
നിസ്കരിക്കുന്ന ഒരാളുടെ മുന്നിൽ വെച്ച് ഒച്ചത്തിൽ അയാൾക്ക് ശല്യം ഉണ്ടാകുന്ന രീതിയിൽ ചെയ്യാൻ പാടില്ല എന്ന് നമ്മളെ ടീച്ച് ചെയ്തിരിക്കുന്നു ചെറുതിലെ. ഇതുതന്നെയാണ് ഞാൻ മക്കളോട് പറയുന്നത്. നിങ്ങൾക്ക് പാടണം ആടണം എന്നൊക്കെ തോന്നുക, നിങ്ങൾ അതൊക്കെ ചെയ്യാം. മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുള്ള രീതിക്ക് ചെയ്യാതിരിക്കുക, ഒരാളോടൊന്നും പിടിച്ചു വാങ്ങാതിരിക്കുക, ഒരാളെ ഒന്നും അടിച്ചേൽപ്പിക്കാതിരിക്കുക. നിങ്ങളൊരു 2 പേര് പോയിട്ട് ഒരു ചായ കുടിക്കുന്നു, ചായക്കട ചെന്നിട്ട് ഒരാൾക്ക് പഴംപൊരി ഇഷ്ടമാണ്, അത് നിനക്ക് പഴംപൊരി ഇഷ്ടമാണെങ്കിൽ എൻ്റെ മോനോട് ഞാൻ പറയുന്നു, മറ്റവൻ അത് തന്നെ വാങ്ങിക്കണമെന്ന് അവനോട് ഒരിക്കലും പറയാൻ പാടില്ല. നീ നിൻ്റെ ഇഷ്ടത്തിന് അത് കഴിക്കുന്നത്, അയാൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാനുള്ള അവകാശമുണ്ട്. നിനക്ക് ഇഷ്ടപ്പെടാനുള്ള അവകാശമുള്ളതുപോലെ അതേ സ്വാതന്ത്ര്യം അദ്ദേഹത്തിന്. ഒരാളെ ഒന്നിനും നിർബന്ധിക്കരുത്, ഇത്ര മാത്രം. അതൊരു പിന്നെ ചട്ടക്കൂടിനകത്തല്ല, അവർക്ക് നല്ലതിന് വേണ്ടി മാത്രം പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് ഞാൻ. അല്ലാത്ത നിങ്ങൾ എന്നെപ്പോലാവണം, അല്ലെ ഞാനിങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യണം, അങ്ങനെയാണ് പിന്നെ അവർക്ക് സെപ്പറേറ്റ് തലച്ചോറിൻ്റെ ആവശ്യമുണ്ടോ? അവർക്ക് ആ സാധനം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ ഫോളോ ചെയ്യിക്കല്ല വേണ്ടേ. അവരുടെ കാലത്തിനനുസരിച്ച് അവിടുത്തെ നീതിബോധവും ഇവിടുത്തെ രാജ്യബോധത്തിനനുസരിച്ച് സമൂഹത്തോട് നല്ല രീതിയിൽ വർത്തിക്കാൻ എൻ്റെ മക്കൾ പഠിക്കണം. ഇതാണ് മക്കളോട്. അപ്പം മക്കളുടെ അടുത്ത് ഇനി എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ ചോദിക്കുക, നല്ല വാപ്പയായിട്ടുണ്ടോ എന്ന്. അവിടെയും ന്യൂനതകൾ ഉണ്ടാവാം എന്നാണ് എനിക്ക് പറയുന്നത്. ഭർത്താവ് എന്ന നിലയിൽ ഞാൻ വൻ പരാജയമാണ്. പലപ്പോഴും ഈ പാട്ടിലൂടെ ഞാൻ റജിലാനെ വർണ്ണിച്ചും റജയിൽ നിന്ന് അനുഭവിച്ച കാര്യങ്ങൾ ഞാൻ പലതവണ പാട്ടായിട്ട് എഴുതിയിട്ടുണ്ട്. സത്യസന്ധമായ കാര്യങ്ങൾ, അത് അവൾ വന്ന പാടുള്ള കാര്യങ്ങൾ. അതിനുശേഷം എൻ്റെ വിവാഹത്തിന് 5ാം വാർഷികത്തിന്, 15ാം വാർഷികത്തിന്, 10ാം വാർഷികത്തിനൊക്കെ ഞാൻ പാട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം അത്രയും ടൈം പീരീഡിനകത്ത് ഞാൻ അനുഭവിച്ചിട്ടുള്ള ആ കുട്ടിയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള പോസിറ്റീവ് എനർജികളാണ്. തിരിച്ച് അവളോട് എന്നെക്കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ പെട്ടെന്നൊന്നും എഴുതാൻ പറ്റില്ല. പക്ഷെ അതൊരു പാവമായതുകൊണ്ട് ഇൻ്റർവ്യൂസിൽ ജനങ്ങളുടെ മുന്നിലൊക്കെ വന്ന് നിന്നിട്ട് ഷാഫിക്ക് നല്ലതാണ്, ഷാഫിക്ക് അങ്ങനെയാണ്. ഞാൻ പറയുന്നത്, എനിക്ക് ഭർത്താവ് എന്ന നിലയിൽ ഞാൻ ഒരുപാട് പരാജിതനാണ്. അവരാഗ്രഹിച്ച പോലത്തെ ഒരു ഭർത്താവൊന്നും ഞാനായിട്ടില്ല. നമ്മൾ കുറേ പൈസ കൊടുത്തുകൊണ്ടോ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു, അതും നല്ലൊരു ഭർത്താവ് എന്ന് പറയുന്നത്. അവരാഗ്രഹിക്കുന്ന രീതിയിൽ അവർക്ക് നമ്മൾ സ്നേഹിക്കപ്പെടണം. ഞാനൊരു ആർട്ടിസ്റ്റായത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, എൻ്റെ മനസ്സ് ചെറുപ്പത്തിലെ ഈ പാറിപ്പറന്ന് ഒരുപാട് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാണെന്ന് അറിയില്ല. പലപ്പോഴും അവർ ഞാൻ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ച സമയങ്ങളിൽ ഞാൻ അവരുടെ കൂടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു കാര്യം. പിന്നെ ഞാനിത് പറയാനുള്ള വേറൊരു കാരണം കൂടിയുണ്ട്. ഞാനൊരു പാട്ടുകാരനായിരിക്കെ എനിക്ക് 2 പെൺകുട്ടികളുണ്ട്, ആയിഷ, ഖദീജ. 2 പെൺകുട്ടികൾക്ക് പിന്നെ ആർട്ടിസ്റ്റുകളായിട്ടുള്ള ആളെ, അല്ലെങ്കിൽ ഒരു പാട്ടുകാരനെ, ഒരു അഭിനയിക്കുന്ന ആളെ ഭർത്താവായിട്ട് എടുക്കണമെന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് റജില വേണ്ടെന്നേ പറയുള്ളൂ. അത് പാട്ടുകാരെല്ലാവരും ശരിയില്ലാത്തത് കൊണ്ടോ ആർട്ടിസ്റ്റുകൾ ശരിയില്ലാത്തത് കൊണ്ടോ ആർട്ട് എന്ന് പറയുന്ന മേഖല ശരിയില്ലാത്തതുകൊണ്ടല്ല. ഞാനൊരാൾ ആർട്ടിസ്റ്റായിരുന്നിട്ട് ആ കുട്ടി അനുഭവിച്ചത് അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. അതുകൊണ്ട് എന്തുണ്ട്, അവൾക്ക് പേടിയാണ്, അവളെ പെൺകുട്ടികൾ അങ്ങനെ ആയിപ്പോരുത്. എൻ്റെ ഈ ഷാഫിക്കാനെ കെട്ടിയോണ്ട് ഞാൻ അനുഭവിച്ചത് എൻ്റെ മക്കൾക്ക് ആ കണ്ണീര് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാതെ മറ്റുള്ള ആർട്ടിസ്റ്റുകളുടെ കുടുംബജീവിതമൊന്നും എന്നെപ്പോലെ പിന്നെ ഈ മെനയില്ലാത്ത ഭർത്താക്കന്മാരായിട്ടല്ല. എൻ്റെ ചുറ്റുമുള്ള നല്ല നല്ല കുടുംബജീവിതം നയിക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റ് ഫാമിലി എനിക്കറിയാം. അതുകൊണ്ട് നമ്മളെ മേഖലയല്ല പ്രശ്നം, റജിലൻ്റെ പ്രശ്നം അതല്ല. കാരണം അവൾ ജീവിച്ചത് ഒക്കെ, അവൾ ഇന്ന് സുഖസുന്ദരമായി ജീവിച്ചു പോകുന്നതൊക്കെ ഞാൻ പാട്ടിൽ നിന്ന് സമ്പാദിച്ചതാണ്. അതുകൊണ്ട് ഈ മേഖലനോടല്ല വെറുപ്പ്. വ്യക്തിപരമായിട്ട് എന്നോട് വെറുപ്പുണ്ടെന്നല്ല ഞാൻ പറയുന്നത്, എൻ്റെ അടുത്ത് നിന്ന് അനുഭവിച്ചത് കണ്ടിട്ട് പേടിയുണ്ട് എന്നുള്ളത്. അതും ആ പേടി വരണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നല്ല ഭർത്താവല്ല. അപ്പം ആ 4 കാര്യങ്ങൾക്ക് ഉത്തരം കറക്റ്റായി. ഷാഫിക്ക എഴുതിയ പാട്ടുകൾക്കൊക്കെ ആ ഒരു ലൈൻസിനും നല്ല സ്പെഷ്യാലിറ്റി കൊടുക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ആ ഒരു ലൈൻസിന് നല്ല വാല്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ലൈൻസ് ഒക്കെ ആണെങ്കിലും നമുക്ക് സ്പോട്ടിൽ വരുന്നതാണോ, അതോ ആ ഒരു നമ്മുടെ ജീവിതമായിട്ട് കണക്ട് ചെയ്യുന്നതാണോ, എന്തായിരിക്കും അങ്ങനെയുള്ളൊരു മെസ്സേജ് ആ പാട്ടിലൂടെ ഷാഫിക്ക കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്നത്? ചില പാട്ടുകൾ എൻ്റെ ഓരോ സിറ്റുവേഷനിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ഇത് ഭാവിയിൽ പാട്ടാകുമെന്ന് പോലും അറിയാത്ത കാലത്ത് പോലും എഴുതി വെച്ച വെറും വരികളാണ്. ചില പാട്ടുകൾ വർക്കിന് വേണ്ടി നമ്മളെ ഏൽപ്പിക്കുമ്പോൾ, ഒരു കമ്പനിയോ ഒരു ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസറോ ഏൽപ്പിക്കുമ്പോൾ അവർ പറയുമല്ലോ, ഇന്നെന്ന സബ്ജക്റ്റുകൾ നമുക്ക് ഇതിനകത്തുണ്ടായാൽ നന്നാവും, അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങളൊക്കെ പറയും. നമ്മളതിനു വേണ്ടി ഒരു മീറ്റിംഗ് ഇരിക്കുമ്പോൾ അങ്ങനെ പറയും, എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. വിപണിയിൽ ഏറ്റവും കൂടുതൽ ആൽബംസിൽ ചിലവാകുന്നത് പ്രണയഗാനങ്ങളാണ്. അതിൽ എനിക്ക് തോന്നുന്നു കൂടുതലും
ആളുകളുടെ മനസ്സിൽ ഈ ബ്രേക്കപ്പ് സോങ്സിനോട് കൂടുതൽ താല്പര്യമുള്ളവരാണ് കുറേ പ്രൊഡ്യൂസേഴ്സ് എൻ്റെ പരിചയത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ അനുഭവങ്ങൾ പറയുമ്പോൾ ആ സ്പോട്ടിൽ അങ്ങനെ എഴുതും. ഈ 2 തരം എഴുത്താണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ നമ്മൾ ചില സ്ഥലത്ത് സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ നാട്ടിൽ തൊടുപുഴയിൽ ഞങ്ങളൊരു ഷൂട്ടിന് പോയി. ഒരു പിന്നെ പെരുന്നാളിൻ്റെ പാട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാനുണ്ട്, ആസിഫുണ്ട്, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പലരും ഉണ്ട്. ലൊക്കേഷൻ കണ്ട് ഇങ്ങനെ വെക്കാൻ വേണ്ടി പോയാൽ ഷൂട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി വെറുതെ മൊബൈലിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് മറ്റേ അല്ലല്ല നമ്മുടെ മണിച്ചേട്ടൻ്റെ വാസന്തി ലക്ഷ്മി ഷൂട്ട് ചെയ്ത സെറ്റൊക്കെ ഇട്ട ഒരു ഏരിയ ഉണ്ട്. അതിങ്ങനെ കണ്ടിട്ട് ഈ മലകളുടെ മുകളിലേക്ക് നോക്കുമ്പോഴൊക്കെ എനിക്കൊരു പ്രത്യേക, അങ്ങനെ ഞാൻ അന്ന് സ്പോട്ടിൽ വരികളും ട്യൂണൊക്കെ ഒരുമിച്ച് പാടിയതാണ് ഈ പാട്ട്. അല്ലാ നീ വരച്ച ചിത്രം കാണാനിതെന്തു ചന്തം, എല്ലാം നിൻ വരങ്ങൾ ഏകീവരങ്ങൾ, അടിമകൾ ഞങ്ങൾക്കായി അനുഗ്രഹങ്ങൾ, അനുഭൂതികൾ അതിശയങ്ങൾ. അല്ലാ നീ വരച്ച ചിത്രം കാണാനിതെന്തു ചന്തം, പുലരിയിലെ തുയിലുണരും ഈണങ്ങൾ, പുഞ്ചിരിയായി വിടരുന്ന പുഷ്പങ്ങൾ, മണ്ണും മനസ്സും തഴുകിയുണർത്തും പൂന്തന്നൽ, തെന്നൽ തഴുകിയുണർത്തും പലവിധ കുസുമങ്ങൾ, അതിൽ തേനും തേടി പാറുന്നേറെ ശലഭങ്ങൾ, അനുരാഗം മൂളും കിളികൾ കൂടും നിമിഷങ്ങൾ, പർവ്വതനിരയിൽ കിനിയും അരുവികളായിട്ടൊഴുകും പുഴയിൽ വന്നത് ചേരും സാഗരമായലിയും വെൺമേഘങ്ങൾ, കരിങ്കാർമുകിലുകൾ, മഴച്ചിന്തുകൾ, മഞ്ഞിൻ കുളിർച്ചീളുകൾ, നിറക്കാഴ്ചകൾ നിന്റെ വരദാനങ്ങൾ. മാഷാ അല്ലാ മാഷാ അല്ലാ. ഇതിൻ്റെ പല്ലവി തുടക്കത്തിലെ വരികൾ സ്പോട്ടിൽ ഞാൻ അവിടുന്ന് പാടിയിട്ടുള്ളത്. അതിനെ ഞാൻ വിശ്വസിക്കുന്നത് ഭേദമില്ല, ദൈവത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കഴിവല്ല, അതൊരു മെസ്സേജ് പോലെയാണ് ഞാൻ അതിനെ കാണുന്നത്. നമ്മളതല്ല എന്ന് വിശ്വസിക്കുന്ന ഞാൻ. ആ സ്ഥാനത്ത് അതിനോട് ജോയിൻ ചെയ്ത് പിന്നീട് അതിന് എന്താണോ അതിൻ്റെ കണ്ടിന്യൂറ്റി പറയാനുള്ളത് നമ്മൾ പ്രകൃതിയെ വർണ്ണിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു മനുഷ്യ ജീവിതത്തിന് ജൈവചക്രം, ഒരു സൈക്ലിംഗ് എങ്ങനെയാണ് പോകുന്നത്, അതുപോലെ തന്നെ പ്രകൃതിയിൽ എങ്ങനെ പർവ്വതനിരയിൽ നിന്ന് കിരിഞ്ഞങ്ങനെ വന്ന് അരുവികളായി പുഴയിൽ ചേർന്നു, അത് എല്ലാം കടലിൽ പോയി ചേർന്നു, വീണ്ടും നീരാവിയായി വെൺമേഘങ്ങളായി കാർമുകിലായി മാറി, പിന്നെ അത് അവിടെ പോയി പെയ്തു, പിന്നെ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇത് തന്നെയാണ് മനുഷ്യൻ്റെ ലൈഫും എല്ലാ ജീവജാലങ്ങളും. അപ്പോൾ ഇങ്ങനെയുള്ള പാട്ടുകൾക്കുള്ള തുടക്കങ്ങൾ മിക്കവാറും ഉണ്ടായിട്ടുള്ളത് ആക്സിഡൻ്റലി നമ്മൾ പ്രതീക്ഷിക്കാണ്ട് ഇതേപോലുള്ള സന്ദർഭങ്ങളിലാണ്. ഉടനടി അത് എൻ്റെ സുഹൃത്തുക്കളാരെങ്കിലും അല്ലെങ്കിൽ ഞാൻ തന്നെ റെക്കോർഡ് ചെയ്ത് വെക്കും. അങ്ങനെയാണ് മൂന്നാമതൊരു ടൈപ്പ് ഓഫ് ലിറിക്സ് വരുന്നത്. പിന്നെ ചിലതുണ്ട്, മറ്റേത് നമ്മൾ പ്രൊഡ്യൂസർമാർ കഥ പറഞ്ഞിട്ടാണ് ഇങ്ങനെ വരുന്നതെന്നൊക്കെ പറഞ്ഞല്ലോ. പിന്നെ ചിലതുണ്ട് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പുറമെ എനിക്ക് ചുറ്റുമുള്ള ആളുകൾ അവരുടെ എന്തെങ്കിലുമൊക്കെ യാത്രകളിലൊക്കെ സങ്കടങ്ങൾ പറയും, ഞാനതിങ്ങനെ കഥ പോലെ എൻ്റെ മൈൻഡിൽ അടവെക്കും. പിന്നീടൊരു പാട്ടിന് സിറ്റുവേഷൻ വരുമ്പോൾ അവരെ ഓർത്തുകൊണ്ട് തന്നെ അതിലൊരു സാധനമാണ്. എൻ്റെ ഒരു സുഹൃത്ത്, ഇപ്പം അവൻ്റെ വൈഫായിട്ട് ജീവിക്കുന്നുണ്ട് അവള്. അവൻ കാണുമ്പോൾ അവന് മനസ്സിലായും, യൂനിസ്. അവന് പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ചുമന്നൊരു പൂവില്ലേ, നമ്മളിവിടെ ഇങ്ങനെ നെറ്റിയിൽ കുത്തിപ്പൊട്ടിക്കുന്ന ഒരു കായൊക്കെ ഉണ്ടാകുന്ന, എനിക്കതിൻ്റെ ഇതൊന്നും അറിയില്ല. അതാ സാധനമല്ല, കടലാസ് പൂവല്ല, മറ്റേ ഞങ്ങളെ നാട്ടിൽ പൊട്ടിക്കക്കായി എന്നൊക്കെ പറയും, ചുമന്ന പൂ. അതൊരു സീസണിൽ ഉണ്ടാകുന്ന, വേനെല്ലാം തോന്നുന്നു. അതിന് ചോട്ടിൽ കോളേജിൽ പോകാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടി, അതിൻ്റെ നാടറിയില്ല, പേരറിയില്ല. അങ്ങനെ അവൻ്റെ പ്രണയത്തിൻ്റെ ആദ്യാനുഭവം പറഞ്ഞു. ഞാനത് പിന്നീടൊരു തൊട്ടടുത്ത വർക്ക് ചെയ്യുന്ന സമയത്ത്, പെണ്ണേ നിന്നെ അന്നൊരു നാളിൽ പൂമരച്ചോലയിൽ കണ്ടു ഞാൻ, പൂവോ നീയോ അഴകെന്നറിയാൻ അതിശയമോടെ നിന്നു
ഇന്നു ഞാൻ. അഴകും നീ തന്നെ, അതിശയമലരും നീ തന്നെ. പ്രിയമുള്ളവളെ ചൊല്ലുമോ എൻ പ്രിയതമയായി നീ മാറുമോ? മുഹബത്താൽ നീ കൂടുമോ എൻ മെഹബൂബായി ചേരുമോ? പേരറിയാതെ നാടറിയാതെ പ്രേമം കൊണ്ടു നടന്നു ഞാൻ. ഇഷ്ടം എന്നത് നീ അറിയാനായി ഇഷ്കും പേറിയലഞ്ഞു ഞാൻ. ഈ പാട്ട് ഇത് വേറൊരു ടൈപ്പാണ്. ഈ പറഞ്ഞ പോലെ ആളുകൾ അനുഭവം പറയുമ്പോൾ നമ്മളത് സ്പോട്ടിൽ നമുക്ക് മൈൻഡിൽ ഇങ്ങനെ വെച്ചിട്ട് അത് തന്നെ ഒരു പിന്നെ സാഹിത്യമൊന്നും അധികം ഇല്ലാതെ നമ്മൾ കൊളോക്കിയൽ ഭാഷയിൽ പറയുന്ന പോലെ എഴുതുന്ന അങ്ങനെ കുറേ പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് ഒരു സിറ്റുവേഷൻ പാട്ട് അങ്ങനെ ഉണ്ടായത്, പിന്നെ ഞാൻ ഒരിക്കൽ കാസർഗോഡ് നിന്ന് ഒരു പ്രോഗ്രാം കഴിഞ്ഞ് കോഴിക്കോട് അടുത്ത പ്രോഗ്രാമിന് പങ്കെടുക്കണം. അപ്പോൾ ട്രാഫിക് ബ്ലോക്ക് കൊണ്ട് ഒരു രക്ഷയില്ല. അപ്പോൾ എൻ്റെ കൂടെയുള്ള വലിയ താടിയുള്ള എന്നെ അറിയുന്ന ഒരുവിധം എല്ലാവർക്കും അറിയാം, റിയാസ് ഞങ്ങൾ ഏജയെന്ന് വിളിക്കും. ഏജ ഭയങ്കര സ്പീഡിൽ വണ്ടിയെടുത്ത് ആംബുലൻസിൻ്റെ പിന്നാലെയൊക്കെ എങ്ങനെങ്കിലും എന്നെ പ്രോഗ്രാം സ്ഥലത്ത് എത്തിക്കാൻ വേണ്ടി ശ്രമം നടത്തുക. അപ്പോൾ ഞാൻ സ്പോട്ടിൽ ഞാൻ പറയടാ നാളെ നമ്മൾ ഈ നേരത്തെ എവിടെയായിരിക്കും, ആശുപത്രിയിലോ കബറിലോ എന്ന് ചോദിക്കുന്നു. തൊട്ടടുത്ത് എനിക്ക് തോന്നി ഇതൊരു മെസ്സേജ് സോങ് ആക്കിയാൽ എന്താണ്. അപ്പം തന്നെ പിന്നെ മൊബൈലിൽ പാടി റെക്കോർഡ് ചെയ്ത സാധനമാണ്. നാളെ നേരത്ത് ഞാൻ എവിടെയാണെന്ന് നാഥൻ നീയല്ലാതെ ആരറിയാൻ, നിന്റെ ഈ പാടത്ത് നന്മ കൊയ്യാൻ വന്ന് നീളുകയാണ് ഞാൻ നേരറിയാൻ. നാളെ നേരത്ത് ഞാൻ എവിടെയാണെന്ന് നാഥൻ നീയല്ലാതെ ആരറിയാൻ. അങ്ങനെ ഒരുപാട് സംഭവം. പിന്നെ എൻ്റെ പേഴ്സണൽ അനുഭവങ്ങളാണ് മിക്കവാറും പാട്ടിലുള്ളത്. എനിക്ക് കിട്ടിയ തേപ്പും എൻ്റെ പ്രണയത്തിലെ നല്ല കാലവും പിന്നെ എൻ്റെ സുഹൃത്തുക്കളുടെ പ്രണയത്തിലെ നല്ല കാലങ്ങളും അവർ അനുഭവിച്ച കാര്യങ്ങൾ. ഈ പറഞ്ഞ പോലെ ഞാൻ പഠിച്ച് കൊണ്ടുവരിക്കുന്ന സൂഫിസ് എന്ന് പറയുന്ന അതിനകത്തൊരു വിദ്യാർത്ഥിയാണ് ഞാൻ. അപ്പം അതിനകത്ത് കിട്ടുന്ന പുതിയ അറിവുകൾ ഇതൊക്കെയാണ് പിന്നത്തെ പാട്ടെഴുത്ത്. സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് ആദ്യം ഉള്ള സുഹൃത്തുക്കളുടെ ആ ഒരു ബന്ധം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് നിൽക്കുന്നുണ്ടോ? ചില ടൈമിൽ നമ്മുടെ മോശ സമയത്തുള്ള സുഹൃത്തുക്കളായിരിക്കില്ലല്ലോ പിന്നീട് കൂടെ നിൽക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും അന്ന് തൊട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും നിലനിൽക്കുന്ന ഏതെങ്കിലും ഒരു ഇതുണ്ടോ, അനുഭവം? ഒരു ലോഡ് ആളുകൾ ഉണ്ട്. എനിക്ക് ആ സുഹൃത്തുക്കളെ ഉള്ളൂ ഇപ്പോഴും. പിന്നെ ഈ പറഞ്ഞ ഫീൽഡിനകത്ത് നമ്മൾ അന്യോന്യം സഹകരിക്കുന്ന ഇതുപോലുള്ള കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളും കൂടെ പാടുന്നവരായിട്ട് ആ പുതിയ സുഹൃത്തുക്കൾ കിട്ടിയിട്ടുള്ളൂ. മറ്റൊരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ടാവാൻ സൗഹൃദം ആഗ്രഹിച്ച് വന്നവരോടൊക്കെ ഞാൻ ബഹുമാനപൂർവ്വം വളരെ സ്നേഹത്തോടെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, ഓർത്തു വെക്കാൻ കഴിയുന്നില്ല എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ പലരും ഫോൺ ചെയ്താലും എനിക്ക് അറിയാത്തവരോട് ഞാൻ അധികം പിന്നെ അടുക്കാത്തത്. എനിക്ക് ഈ സുഹൃത്തുക്കൾ, അതായത് എൻ്റെ ഉള്ളറിയുന്ന ഈ കൊല്ലം ഷാഫി എന്ന് പറഞ്ഞ ലേബിളിലുള്ള ഒരു ആർട്ടിഫിഷ്യൽ ആളിനല്ലാതെ പച്ചയ്ക്ക് എന്നെ അറിയുന്ന, മറ്റേത് നമ്മൾ എന്ന് പറഞ്ഞാൽ സമൂഹത്തെ സാഹചര്യത്തെയും ഒക്കെ ഭയപ്പെട്ടുകൊണ്ട് നമ്മൾ മിസ്റ്റർ ക്ലീൻ ആയിട്ടല്ല എല്ലായിടത്തും ഉണ്ടാകുക. ഈ ഇൻ്റർവ്യൂവിലടക്കം അല്ലേ, എല്ലായിടത്തും നമ്മൾ വേറൊരു ആർട്ടിഫിഷ്യൽ സംഗതിയായിട്ടാണ് ഉണ്ടാകുക. ആ ആളിനല്ലാതെ പച്ചയായ കൊയിലാണ്ടി കൊല്ലത്ത് വളപ്പിൽ മുഹമ്മദ് എന്ന് പറയുന്ന സോറ എന്ന് പറയുന്ന ദമ്പതിമാരുടെ 4ാമത്തെ മോനായിട്ട് ജനിച്ച മുഹമ്മദ് ഷാഫി എന്ന് പറയുന്ന ആളിനറിയുന്ന കുറഞ്ഞ സുഹൃത്തുക്കൾ മാത്രമേ എനിക്കുള്ളൂ. അവർക്കേ ഞാൻ എന്താ പറയുന്നതെന്നും ഞാൻ എന്താണെന്നൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ ആ സുഹൃത്തുക്കൾ എപ്പോഴും നിലനിർത്തുന്ന, അത് എൻ്റെ FB അല്ലെങ്കിൽ എൻ്റെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കി അങ്ങ് കാണാം. ഞാൻ 6 മാസം കൂടുമ്പോഴെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഒരിക്കൽ ഒരു യാത്ര 2-3 ദിവസം ഞങ്ങൾ പോകും. അപ്പോൾ അവരാ ഉണ്ടാകുക കൂടെ. സ്നേഹവീടെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു എൻ്റെ ഫാൻസായിട്ട് വരാൻ വേണ്ടിയിട്ട് എൻ്റെ 10-11 വർഷം മുമ്പ് എൻ്റെ കൂടെ കൂടിയ പിള്ളേരെ എല്ലാം ചേർത്ത് ചാരിറ്റിക്ക് വെൽഫെയറിന് വേണ്ടി ഞാൻ തയ്യാറാക്കി രജിസ്റ്റർ ചെയ്ത ഞങ്ങളുടെ സ്നേഹവീട്ടിലെ കുറച്ച് കുട്ടികൾ. ഇതൊക്കെയാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്. അപ്പം ഇനി വരുന്ന കാലഘട്ടത്തിലുള്ള ഗായകർക്ക് അല്ലെങ്കിൽ കുഞ്ഞു മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ എന്ത് മെസ്സേജാണ് ഈ 2025 ഷാഫിക്കാക്ക് അവർക്ക് വേണ്ടി കൊടുക്കാൻ പറ്റുന്നത്? അതായത് നമ്മുടെ വളർന്നു വരുന്ന കലാകാരന്മാരോട്.
എനിക്ക് ഉപദേശിക്കാൻ ഉള്ള വകുപ്പൊന്നുമില്ല. അതിനുള്ള ആസ് എ പേഴ്സൺ നമ്മൾ ഒരാളോട് ഓരോ വ്യക്തി അതെ ക്വാളിറ്റി ഒന്നും എനിക്കില്ല. പക്ഷെ എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് നമ്മളും ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ വളർന്നു വരുന്ന കുട്ടികളോടൊന്നല്ല, ഇവരെ ചുറ്റിലും നിൽക്കുന്ന മാതാപിതാക്കൾ മുതൽ സുഹൃത്തുക്കൾ മുതൽ വെൽവിഷേഴ്സായിട്ട് നിൽക്കുന്ന ആളുകൾ അവർക്ക് ഇല്ലാത്ത കഴിവുണ്ടെന്ന് വെറുതെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി വെറുതെ പീറ്റമ്മ കയറ്റാന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. വെറുതെ ആളെ ആവശ്യമില്ലാത്ത പിന്നെ സ്ഥാനമാനങ്ങൾ അവർക്ക് കൊടുത്ത്, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഒരു പിന്നെ പവർ അവർക്കുണ്ടെന്ന് അവരോട് തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവരെ സമൂഹത്തിൽ കോമാളിയാക്കുന്നുണ്ട് പലരും. ഉദാഹരണത്തിന് എന്നോട് പറയാം, എൻ്റെ സുഹൃത്തുക്കൾ നല്ല തിരിച്ചറിവുള്ളവരായതുകൊണ്ട് അവർക്കറിയാം ഞാൻ യേശുദാസ് സാറിൻ്റെയോ MG ശ്രീകുമാർ സാറിൻ്റെയോ ഒക്കെ ക്ലാസിക്കൽ ലെവലുള്ള പാട്ടുകളോ അല്ലെങ്കിൽ എന്നെ കൊണ്ട് എടുത്താൽ പൊങ്ങാത്ത തമിഴ് ഹിന്ദി മലയാളം അങ്ങനത്തെ പാട്ടുകളോ പാടാൻ പറ്റൂല എന്ന്. അതുകൊണ്ട് തന്നെ അവരാരും എന്നോട് ആ പാട്ട് ആവശ്യപ്പെടില്ല. അഥവാ ഞാൻ അങ്ങനെ ഒരു സാഹസത്തിന് മുതിർന്ന വേണ്ടാന്ന് പറയും, ഡോണ്ട് ഡു എന്ന് പറയാൻ നമുക്ക് ചുറ്റും ആളുണ്ട്. എന്നാൽ എന്നെപ്പോലെ തന്നെ ഒരുപാട് കലാരംഗത്ത് പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കളുടെ പരിമിതികൾ മനസ്സിലാക്കാതെ നീ മറ്റോൻ ഹിന്ദി പാടുന്നുണ്ട് നീയും പാടിക്കോ. ഒരു ഭാഷ മാറ്റി പാടുമ്പോൾ പ്രൊനൗൺസിയേഷൻ അത്യാവശ്യമാണ്. ഏറ്റവും ചുരുങ്ങിയത് പാടുന്നവനെങ്കിലും അറിയണം ഞാൻ പാടുന്നവരിൻ്റെ മീനിങ് എന്താന്ന്, അല്ലേ? വെറുതെ ഒരാൾ തുജ ദേഖാത്തോയ ജാനാസനം എന്നെല്ലാം പറഞ്ഞാൽ എന്താന്ന് വിചാരിക്കേണ്ട, അതെന്തോ ഒരു പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ശവാസനം അങ്ങനത്തെ എന്തോ സാധനം എന്ന് വിചാരിച്ചിട്ട് മീനിങ് അറിയാണ്ട്, അതുപോലെ എങ്ങനെ ഉച്ചാരണം നടത്തണം എന്നറിയാണ്ട് എടുത്താൽ പൊങ്ങാത്ത കുറേ സാധനങ്ങളെ ചേരാത്ത. ഇപ്പം പറയാം, ഞാനൊരു റാപ്പ് വഴി ചേരൂല എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ക്ലാസിക്കൽ പാടാൻ കഴിവില്ല എന്ന് 100% ഉറപ്പുണ്ട്. ആ തിരിച്ചറിവാണ് ഈ കഴിവുണ്ടാവാൻ അല്ലെങ്കിൽ ഭാവിയിൽ ഞങ്ങൾ ഈ രംഗത്ത് പ്രവർത്തിക്കണം എന്ന് വിചാരിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ചുറ്റുമുള്ള മാതാപിതാക്കളും മറ്റുള്ളവരും ഏറ്റവും കൂടുതൽ ഈ യുവജനോത്സവ വേദികളിലൊക്കെയാണ് തല്ലി കഷ്ടപ്പെടുത്തിയിട്ട് നിർബന്ധിച്ച് നീ അത് ചെയ്യണം നീ ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ 5-6 ഐറ്റത്തിനും ഈ ജനങ്ങളെ സമൂഹത്തിനിടയിൽ സംഭവമാകാൻ വേണ്ടിയിട്ട് ചില രക്ഷിതാക്കൾ ഒരു കഴിവില്ലാത്തതിനെ തല്ലി പഴിപ്പിച്ചിട്ട് കൊണ്ടുവരിക. കഴിവുള്ളവർ വളർന്നു വന്നോട്ടെ, ഒരു പ്രശ്നവുമില്ല. കഴിവിൻ്റെ പരിമിതി എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനിരിക്കുന്ന ഒരു സ്ഥലത്തെങ്കിലും അത് ആവറേജ് സിംഗിങ്ങിൻ്റെ സ്ഥലത്തെങ്കിലും ഇരിക്കണമെങ്കിൽ ശ്രുതിബോധം താളബോധം വേണം. അതെങ്കിലും മിനിമമുള്ള കുട്ടികളെ പാട്ടിലേക്ക് കൊണ്ടുവരിക. അതുപോലെ അവർ വന്നാൽ തന്നെ അവർ ഒരു കാറ്റഗറി അവർ സിംഗിങ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവർ ഇന്ന ടൈപ്പ് ഓഫ് സോങ്സിലാണ് ഇവർക്ക് താല്പര്യം, അല്ലെങ്കിൽ അവർക്ക് അതിലാണ് അവർ ടാലൻറ്റ്. അതിൽ തന്നെ കോൺസെൻട്രേഷൻ കൊടുക്കണം. അല്ലാതെ അവിടെയും ചവിട്ടി ഇവിടെയും ചവിട്ടി അതുമില്ല ഇതുമില്ല ഒന്നും അല്ലാണ്ടാക്കി നശിപ്പിച്ച് കളയരുത്. നല്ല സുഹൃത്തുക്കളും നല്ല രക്ഷിതാക്കളുമാണ് പിന്നെ പ്രതിഭാധനരായ ആളുകളെ കണ്ടെത്തേണ്ടത്. ആ ഉത്തരവാദിത്വം ചുറ്റോടുള്ളവർക്കാണ്. അവർക്ക് മിനിമം ഈ ക്വാളിറ്റിയെങ്കിലും ഉണ്ടാവണം. ആസ്വദിക്കാനും വിലയിരുത്താനുള്ള ബോധം, സംഗീത ബോധം അവർക്കുണ്ടാവണം. ഇതേ പറയാനുള്ളൂ. ഓക്കെ. ആൻഡ് ഇപ്പോൾ ഇതേ റീസെൻ്റ്ലി നോക്കുവാണെങ്കിൽ നമ്മുടെ കൈസിൻ്റെ ലൈല ആയിരിക്കും അല്ലേ റീസെൻ്റ്ലി വന്ന ഒരു ആൽബം? നമ്മൾ ഓഡിയോ ഇറക്കിയിട്ടുള്ളൂ, വീഡിയോ ഗാലറീസിന് വേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ഇക്കൊക്കെ പറയാനുള്ളത്? ഈ പറഞ്ഞ പോലെ എൻ്റെ മോൻ പറയും ട്രെൻഡിനനുസരിച്ചുള്ള വരികൾ ഒപ്പിച്ച് കൊണ്ടുവരണം. അപ്പം ഞാൻ പറയും വരികളൊക്കെ പഴയ തന്നെ ആയിരിക്കും, ഈണങ്ങൾ അങ്ങനെ വരുന്ന സമയത്ത് പിന്നെ പ്രയോഗങ്ങൾ സംഗതി നമ്മൾ മുമ്പ് 20 കൊല്ലം മുമ്പ് എഴുതിയ പാട്ടിലെ അതേ മീനിങ് അതേ ആശയം വരുന്ന സംഭവങ്ങളായിരിക്കും ഇവിടെയും പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ പ്രയോഗിക്കുന്നതിന് ഒരു വ്യത്യസ്തത വന്നിട്ടുണ്ടാവും. അത് പുതിയ കാലത്തിൻ്റെ ഒരു രസകരമായ രീതിയാണ്. ആര് തുടങ്ങി വെച്ചെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം ഉണ്ടാവില്ല. മുൻകാല കവികളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടവർ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ആ ഒരു വ്യത്യാസം കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു മാറ്റം സിബു സുകുമാറിൻ്റെ ഓർക്കസ്ട്രേഷനിലേക്ക് വന്നപ്പോൾ അത് ആ മാറ്റങ്ങൾ ശരിക്കും അതിനകത്ത് പ്രതിഫലിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെയാണ് ആ പാട്ടിൻ്റെ അനുപല്ലവി മുതൽ എനിക്ക് ഏറ്റവും നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇഷ്ടപ്പെടാൻ എല്ലാം ഇഷ്ടപ്പെടില്ല. ചിലത് നമ്മൾ ഓഡിയൻസിന് വേണ്ടി മാത്രം എഴുതുമല്ലോ. ചില പാട്ട് ആത്മാർത്ഥമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ അങ്ങനെ കൊണ്ടുനടക്കും. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട അനുപല്ലവിയാണ്. മാനസപ്പൂഞ്ചില്ലയിൽ മാതളം പൂത്തു മാരിവില്ലിൻ ചേലില് മോഹവും ചേർത്തു ഹൈസിനെ മജ്നു എന്ന് വിളിച്ചു അതിനാലെ
ഇന്നെന്നിലും ആ പേരു തന്നെ നിന്റെ നൂറാലേ. ലൈലായവൾ നിന്നുള്ളിലെ ബഹർ തേടിവനുണ്ടേ. ഹൈറായതാം ഇഷ്കിൻ്റൊരു ചെറുത്തോണി വരണുണ്ടേ. തുഴയേതുമില്ലാതിന്നു ഞാൻ അലയുന്നു നിന്നുള്ളിൽ. തുണയായി നീയൊന്നേൽക്കുമോ ഉൾനെഞ്ചകം തന്നിൽ. ഞാൻ നിന്റെ കൽബിൻ്റെ വാതിൽക്കൽ നിൽക്കണ്. നീ എന്തേ കാണാതെ മറയത്തായൊളിക്കണ്. കണ്ണാലെ നീ കരളിൻ്റുള്ളിൽ കാണാതെ മിണ്ടാതെ കഥ നന്നായെഴുതണ്. കാനോത്ത് രാവിൻ്റെ കനവൊന്ന് വിരിയണ്. ഒരാൾ തൊട്ടടുത്ത് പ്രണയം പറയാൻ മടിച്ചിട്ടാണെങ്കിലും പ്രണയം എല്ലാ നിലക്കും ബിഹേവ് ചെയ്തുകൊണ്ട് അറിയിക്കാൻ ശ്രമിച്ചിട്ടും ഞാൻ നിൻ്റെ കൽബിൻ്റെ വാതിൽക്കൽ നിൽക്കുന്നു, നീ എന്തേ കാണാതെ മറയത്തെ വിളിക്കുന്നു എന്നുള്ള. അതായത് ചില ബെസ്റ്റികളൊക്കെ ആയിട്ട് ചിലർ ജീവിച്ച് കഴിഞ്ഞിട്ട് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രണയമുണ്ട്. അങ്ങോട്ടും പറയാൻ പറ്റില്ല, ഇങ്ങോട്ടും പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരാൾ പറഞ്ഞു കിട്ടിയാൽ കണ്ടിന്യൂ ചെയ്യാം, അത് കടൽ പോലെ ഇങ്ങ് പോരും. അപ്പം ആ ഒരു അവസ്ഥയാണ് ഈ പാട്ടുകൂടെ നീളം എല്ലാ ബെസ്റ്റിമാർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.